നമസ്കാരമുണ്ട്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകണമെന്ന് അറിയോ? ഒരു വെറൈറ്റി സൂപ്പാണ്. അടിപൊളിയാണ്. കുറേ വെജിറ്റബിൾസും നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ആ സൂപ്പിനകത്തുണ്ട് കേട്ടോ. ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. വെറൈറ്റിയാണ്, സൂപ്പറാണ്. ഓക്കെ, അപ്പം നമുക്കിതിലേക്ക് ആദ്യം വേണ്ടെന്നറിയോ? ചിക്കൻ. ചിക്കൻ നമ്മൾ ചെറിയ ചെറിയ പീസാക്കിയിട്ടുണ്ട് കേട്ടോ. അത് മുഴുവനും നമ്മളൊരു പ്രഷർ കുക്കറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇനി പാത്രത്തിലിട്ട് വേവിച്ചാലും മതി കേട്ടോ. പ്രഷർ കുക്കറിൽ തന്നെ വേണമെന്നൊന്നുമില്ല. നമ്മൾ ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രഷർ കുക്കറിൽ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇതെല്ലാം ഇതിലിട്ട് നമ്മൾ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിക്കുക കേട്ടോ. കാരണം നമുക്ക് ഈ സൂപ്പ് ആവുകൊണ്ട് കുറച്ച് വെള്ളം കൂടുതൽ വേണം. എന്നാൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിനാവശ്യത്തിന് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഓക്കെ, കണ്ട. പിന്നെ നമ്മളൊരു പാൻ എടുത്തു. ആ പാനിലേക്ക് നമ്മൾ ബട്ടറാണ് ഉപയോഗിക്കുന്നത്. ബട്ടർ എടുത്തു. അതിൽ നമ്മൾ കുറച്ച് മഷ്റൂം, അത് നന്നായിട്ട് മഷ്റൂം നമ്മളൊന്നിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക. മഷ്റൂമിന് കുറച്ച് വേവ് കൂടുതലാണെന്ന് പറഞ്ഞു. അത് കുറച്ച് വലിയ മഷ്റൂമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഇത് നന്നായിട്ടൊന്ന് ഈ ബട്ടർ എടുത്ത് നന്നായിട്ടൊന്ന് വറക്കുക കേട്ടോ. ഇങ്ങനെ വറുത്ത് കഴിയുമ്പോൾ അത് നല്ലൊരു പരുവായി കഴിയുമ്പോഴേ നമ്മളതിലേക്ക് കുറച്ച് കോളിഫ്ലവർ ഇട്ട് കൊടുക്കുക. നമുക്ക് വേണ്ട വെജിറ്റബിൾസ് എന്തൊക്കെയുണ്ടോ അതൊക്കെ നമുക്കിതിൽ ഉപയോഗിക്കാം കേട്ടോ. അപ്പം ഞങ്ങളിതിലേക്ക് ആദ്യം കുറച്ച് കോളിഫ്ലവർ ഇട്ടു. അത് നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. കണ്ടോ, വറുത്ത് ഈ പരിവാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾക്ക് വേണ്ട ബീൻസ്, ക്യാരറ്റ്, അതൊക്കെ നമ്മൾ ഇതിലിട്ട് നന്നായിട്ടൊന്ന് വറുക്കുക. നമ്മൾ ഈ വേവിനനുസരിച്ചിട്ടാണ് കേട്ടോ ഓരോന്നിങ്ങനെ വറുത്തെടുക്കുന്നത്. അതുകൊണ്ടാണ്. പിന്നെ നമ്മൾ കുറച്ച് സെല്ലറി ഇല്ലേ, സെല്ലറിയുടെ ആ തണ്ടും കൂടെ നമ്മൾ ഇതിലിട്ടിട്ടുണ്ട്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്നിങ്ങനെ അതേമാതിരി ഒന്ന് വറക്കുക. ഇതേമാതിരി നന്നായിട്ടൊന്ന് ആ ഹൈ ഫ്ലെയിമിൽ തന്നെ കേട്ടോ നമ്മളല്ലാതെ വറുത്തെടുക്കണത്. കണ്ടോ, ഇത് നമ്മളത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്നിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലിട്ട് കൊടുക്കുക കേട്ടോ. കുറേ ഉപ്പൊന്നും വേണ്ട. ഈ പച്ചക്കറിയിലേക്ക് വേണ്ട ഉപ്പ് മാത്രം മതി. മറ്റേ ചിക്കനിലേക്കുള്ള ഉപ്പ് നമ്മൾ വെള്ളത്തിലേക്കുള്ള അതിലിട്ടിട്ടുണ്ട്. അത് കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് എന്ത് ചെയ്യണം? കുറച്ച് കാബേജും നമ്മുടെ ക്യാപ്സിക്കം അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക. നമ്മൾ നന്നായിട്ടിത് ഇളക്കിയെടുത്തു. അപ്പം നമ്മളിനി എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഈ ബേബി മഷ്റൂം ചെറിയതുണ്ട് കേട്ടോ. ഇതിനധികം വെവൊന്നുമില്ല. ജസ്റ്റ് ഒരു പാനിലിട്ടൊന്ന് ഫ്രൈ ആകുമ്പോഴേക്കും അത് വെന്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അത് ഇതിലിട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തിനാ നമ്മൾ വെവിച്ച് വെച്ച ചിക്കനും ആ വെള്ളമില്ലേ, അത് നമ്മൾ കംപ്ലീറ്റ് ഇതിലേക്ക് അതിന് ഒഴിക്കുക. ഓക്കെ, ഇത് നമ്മൾ ഒഴിച്ചിട്ട് ഒന്നിങ്ങനെ ഇളക്കിയെടുത്തിട്ട് എന്ത് ചെയ്യണം? നമുക്ക് മിൽക്കിൻ്റെ എവോപ്പറേറ്റഡ് മിൽക്ക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ആ മിൽക്ക് എന്താ വെച്ചാൽ കുറച്ച് തിക്ക് കൂടിയ മിൽക്കാണ്. അതാണ്. അത് നമുക്ക് നോർമൽ മിൽക്ക് ഉണ്ടെങ്കിൽ അത് ഒഴിച്ചാലും മതി കേട്ടോ. അപ്പോൾ അത് നമ്മളിതിൽ മിക്സ് ചെയ്യുക. ഞങ്ങളെന്താ വെച്ചാൽ ഇതൊരു ടിന്നെടുത്തു. പിന്നെ നമ്മൾ നമ്മുടെ സാധാരണ പാലില്ലേ, അതും ഞങ്ങൾ 1 ലിറ്റർ ഒഴിച്ചു വിട്ടു. ഞങ്ങൾ കുറച്ച് കൂടുതലുണ്ടാക്കി, ഞങ്ങൾ കുറേ ആൾക്കാരില്ലേ അതുകൊണ്ട്. ഓക്കെ, അപ്പം നമ്മൾ അതെല്ലാം അതിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്നങ്ങോട്ട് വേവിക്കുക. ഒന്നാണ് വേവിച്ച് റെഡിയാകുമ്പോൾ എന്തായുണ്ട്? നമ്മൾ കുറച്ച് ചീര ഇതുണ്ട്, ഇങ്ങനത്തെ ചീരയില്ലേ, അത് നമ്മളതിലിട്ട് നന്നായിട്ട് വേവിക്കുക. കണ്ടോ, നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവറാണ്. നമ്മൾ ഈ ചീരയുടെയും പാലിൻ്റെയും ചിക്കൻ്റെയും എല്ലാം കൂടെ വരുമ്പോൾ കേട്ടോ ഒരു വെറൈറ്റി ടേസ്റ്റാണ്. എന്താ പറഞ്ഞാലും നമ്മളിതിൽ കുറച്ച് മാക്രോണി വേവിച്ചിട്ട് അതും കൂടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതും കൂടെ ചേർത്തിട്ട് ഇളക്കിയിട്ട് നല്ല ഇതേമാതിരി നല്ലൊരു ഹെൽത്തി ഫുഡാണ് തോന്നുന്നു. നല്ലതാണ്. നമ്മളിതിൽ അവസാനം എന്ത് ചെയ്യണം? ഗാർണിഷിങ് മാതിരി കുറച്ച് സ്പ്രിംഗ് ഒണിയൻ ചെറിയതായിട്ട് ചോപ്പ് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുക. അതും കൂടി ഇട്ട് നന്നായിട്ട് സ്പ്രിംഗ് ഒണിയൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അധികം തിളപ്പിക്കൊന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് ഒന്നും കൂടി മിക്സ് ചെയ്താൽ മതി. അപ്പോഴേക്കും തന്നെ റെഡി ആയിക്കോളും. അപ്പോൾ നമ്മുടെ സൂപ്പ് ഓൾമോസ്റ്റ് എല്ലാം റെഡിയായി. നമ്മൾ ഈ റെഡി ആയിരിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ മലയാളികളുടെ പ്രത്യേകിച്ച് ഒരു ഇതുണ്ടല്ലോ, കുറച്ച് പെപ്പർ അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെതറി കൊടുക്കുക. കണ്ടോ, നെയ്മേബറി പെപ്പറും കൂടി വെതറി കൊടുത്തു കഴിഞ്ഞാൽ സൂപ്പർ. നമ്മൾ ഈ എരിവിന് വേറെ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. നമ്മൾ എരിവ് എന്ന് പറഞ്ഞ സാധനത്തിൽ തൊട്ടിട്ടില്ല. ആകെ ഈ ചേർക്കുന്നത് കുറച്ച് ഈ പെപ്പർ പൊടി മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ സൂപ്പ് റെഡി. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കി നോക്കുക, എങ്ങനെയുണ്ട് നോക്കുക, ഒന്ന് ഉണ്ടാക്കി നോക്കുക, ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, ഞാനിതിൻ്റെ കഴിച്ചിട്ട് എങ്ങനെയുണ്ട് ഇതിൻ്റെ അഭിപ്രായം എന്ന് ഞാനൊന്ന് പറയാം കേട്ടോ. കാരണം ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഞങ്ങൾ വൈകുന്നേരം മിക്ക ദിവസങ്ങളിലും ഞങ്ങൾ സൂപ്പ് തന്നെ ഉണ്ടാക്കുന്നത്. ഇങ്ങനത്തെ ഒരു സൂപ്പ് നമ്മളൊരു ബൗൾ കുടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയറ് നിറഞ്ഞു. നമുക്ക് ഹെവി ഫുഡും അല്ല. ഓക്കെ, അപ്പം ഞാൻ എന്തായാലും കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാനും പറയാം. ഓക്കെ, താങ്ക് യു.
അപ്പോൾ നമ്മുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതേ അടിപൊളി ടേസ്റ്റാണ്. നമ്മളൊന്ന് കഴിച്ചു നോക്കാം എന്തായാലും. ഞാൻ അതിന് മുമ്പേ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ ഇത് രസമൊക്കെ. ആ ഇലയും വെജിറ്റബിളും മഷ്റൂമും ചിക്കനും പാലും എല്ലാം കൂടെ ഒരു വെറൈറ്റിയാണ്. എന്തായാലും കഴിച്ചോട്ടെ കേട്ടോ. പറയാതിരിക്കാൻ പറ്റില്ല, അടിപൊളി ടേസ്റ്റാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ പറയുക. താങ്ക് യു.